ഇഷ്ടപ്പെട്ട ധനുഷൻ ഡയറക്ഷനാണ്. നല്ല സ്ക്രിപ്റ്റോളം കുഴപ്പമില്ല. ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ടു, പക്ഷെ ഒരു ആവറേജ് രീതിയിലാണ് എല്ലാം ത്രൂ ഔട്ട് കണ്ടത്. പക്ഷെ ഇത് കൊള്ളാം. കുഴപ്പമില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് ഇത്തിരി ആവറേജ്. പിന്നെ ധനുഷിന്റെ ഡയറക്ഷൻ കൊള്ളാം. ഡയറക്ഷൻ തന്നെയാണ് ബെറ്റർ. ആക്ടിങ്ങിനെക്കാട്ടി ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു 100% പടത്തിലൊരു നല്ല റോള് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെൽവരാഘവനാണെങ്കിലും കാളിദാസ് ജയറാം, പിന്നെ അനിയത്തിയായിട്ട് അഭിനയിച്ച എല്ലാവർക്കും നല്ലൊരു റോൾ കൊടുത്തിട്ടുണ്ട്. പടം കൊള്ളാം. പടം കുഴപ്പമില്ല, നല്ലൊരു മൂവിയാണ്. സെക്കൻഡ് ഹാഫൊക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇത്തിരി പഞ്ച് പോരായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ ദുഷരയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എസ് ജെ സൂര്യ നമുക്കറിയാമല്ലോ, മാനാടിന് ശേഷം ഇപ്പോഴാണ് ഒരു വില്ലൻ ആയിട്ടുള്ള. അത് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവി തന്നെയാണ്. നല്ല പടം. ധനുഷ് കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാളിദാസും കൊള്ളാം. ഡയറക്ഷൻ കൊള്ളാം. നല്ല ഷോട്ടുകളൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കിടിലായിട്ടുണ്ട്. ക്യാപ്റ്റൻ മില്ലർ അവസ്ഥയാവാഞ്ഞാൽ മതി. ക്യാപ്റ്റൻ മില്ലർ ഇപ്പോൾ നല്ല ആള് കയറാനുണ്ട്, പക്ഷെ ആള് കുറവാണ്. ക്യാപ്റ്റൻ മില്ലർ ഇതേ അവസ്ഥയായിരുന്നു, നല്ല പടമായിരുന്നു, പക്ഷെ ആള് കുറവായിരുന്നു. നല്ല രസമുണ്ട്, ഡയറക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. പക്കയായിട്ട് മ്യൂസിക്കാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല കിടിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടിലായിട്ടുണ്ട്. മനുഷ്യന്റെ ആക്ടിങ് സൂപ്പറാണ്. നല്ല ആള് കയറുന്ന സിനിമയാണ്. വന്നില്ല, റഷ് നമ്മൾ വിചാരിക്കുന്നത് വന്നിട്ടില്ല. ഇത് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഷോട്ട് കഥയൊക്കെ നല്ലതാണ്, നല്ലതായിട്ടുള്ള എൻജോയ് ചെയ്തു. ഫൈറ്റും സ്റ്റോറിയും ഒക്കെ കൊള്ളാം, അടിപൊളി. എൻജോയ് ചെയ്തോ? കൊള്ളാം, അടിപൊളി. കാളിദാസിനെ നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ, അതില് ഞങ്ങള് ശ്രദ്ധിച്ചില്ലായിരുന്നു. കാളിദാസിന്റെ എൻട്രി അടിപൊളി. സെയിം തന്നെയാണ്. യൂഷ്വലി തമിഴ് സിനിമയിൽ കണ്ടുവരുന്ന സെയിം സ്റ്റോറി ലൈനാണ്. പക്ഷേ ഡയറക്ഷൻ നമ്മൾ എടുത്ത് പറയണം, നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ടു, പക്ഷെ ഒരു ആവറേജ് രീതിയിലാണ് എല്ലാം ത്രൂ ഔട്ട് കണ്ടത്. പക്ഷെ ഇത് കൊള്ളാം. ആവറേജ് ഒന്നല്ല, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല പടം. ഒരു സെക്കൻഡ് പാർട്ടിക്കുള്ള ത്രെഡ് ഉള്ള പോലെ തോന്നി. സിനിമ ഇറങ്ങിയിട്ട് വയലൻസ് ആണ്, എന്നാലും കുഴപ്പമില്ല. പടം നല്ല രസമുണ്ട്. ധനുഷിൻ്റെ ഒരു വെറൈറ്റി പടമാണ്. ധനുഷിൻ്റെ കൂടെ അഭിനയിച്ച സഹോദരിയുടെ അഭിനയിച്ചത് നല്ല റോളാണ്. നല്ലൊരു അനുഭവമാണ്, തിയേറ്റർ അനുഭവമാണ്. വയലൻസ് വേറെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയായിട്ടൊന്നുമില്ല. എന്നാലും വേറിട്ടൊരു കാഴ്ച തന്നെ. നല്ല പടം, നല്ല സൂപ്പർ പടം. ഇഷ്ടപ്പെട്ട ധനുഷൻ ഡയറക്ഷനാണ്. നല്ല സ്ക്രിപ്റ്റോളം കുഴപ്പമില്ല. ഏതായാലും കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. വയലൻസ് ആണ്, കുഴപ്പമില്ല, നല്ല ഇഷ്ടപ്പെട്ടു. ധനുഷിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതെല്ലാം നല്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള കുഴപ്പമില്ല, സൂപ്പർ ആയിരുന്നു. ഏത് കൊള്ളാം, കാണാം. കൊള്ളാം. ഓ, ഇഷ്ടപ്പെട്ടു. തമിഴ് ഇല്ല, മലയാളം. ഇഷ്ടപ്പെട്ട പടത്തിന്റെ മേക്കിങ്ങും ഡയറക്ഷനും അതൊക്കെ തന്നെയാണ്. സ്റ്റോറി ക്ലീഷ്യ സ്റ്റോറി തന്നെയാണ് എപ്പോഴും വരുന്നത്. ഇത്തിരി മാറ്റി പിടിക്കാൻ നോക്കിയിട്ടുണ്ട് ക്ലൈമാക്സ്, പക്ഷേ അത് ഇത്തിരി മാറ്റി പിടിച്ചെന്ന് കൊള്ളായിരുന്നു. ധനുഷിന്റെ 1 man ഷോ ആണ് അതിൽ ട്രൈ ചെയ്തിരിക്കണം. അത് ഇടയ്ക്കൊക്കെ ഒന്ന് വർക്കൗട്ട് ആവുന്നുണ്ട്, പക്ഷേ ഓക്കെ, കണ്ടോണ്ടിരിക്കാം. 1 time വാച്ചബിൾ. വയലൻസ് അത്രയ്ക്ക് ഓവറല്ല. എനിക്ക് തോന്നുന്നു ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട അത്ര ഓവറൊന്നും ഇല്ല. വയലൻസ് അത്രയ്ക്കൊന്നും ഇല്ല, അതല്ലാതെയും വരാം. ഓ, ഇഷ്ടപ്പെട്ടു. ധനുഷിന്റെ ഒരു വ്യത്യസ്ത ഒരു ക്യാരക്ടർ. വയലൻസ് അല്ല. നല്ല പടം. കൊള്ളാം, നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. നല്ലതാ, കൊള്ളാം. കുഴപ്പമില്ല, നല്ല സിനിമ. കുറച്ച് വയലൻസ് അല്ലേ പടം. സൂപ്പറാ.